Hello everybody, welcome to Dots Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IB ACIO 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ 2 സെഷൻ കഴിഞ്ഞു. ഇത് തേർഡ് പാർട്ടാണ് GKയുടെ. അപ്പോൾ ഇതിൽ ഈ സെഷനിൽ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ആണ് 20th ഫെബ്രുവരിയിലെ ഷിഫ്റ്റിലെ 60 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് 1ലെ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം വരുന്നത്? മെമ്പേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈല ആർ കോമൺലി നോൺ ആസ് സീ വാൾനട്ട്സ് എന്നാണ്. ഓപ്ഷൻസ് എന്താണ്? ആർത്രോപോഡ, ടീനോഫോറ, മൊളസ്ക ആൻഡ് പ്ലാറ്റി ഹെൽമിന്തസ്. എന്താണ് ആൻസർ വരുന്നത്? സീ വാൾനട്ട്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ടീനോഫോറയാണ്. ടീനോഫോറ ഫൈലത്തിൽ പെടുന്നതിനെയാണ് നമ്മൾ സീ വാൾനട്ട്സ് എന്നും അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻസ് ക്യാൻ പ്രൊവൈഡ് റിഫോംസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ? സോ ക്യാൻ പ്രൊവൈഡ് റിഫോംസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന് റിഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇതിലേതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ സ്മോൾ ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ഹോൾഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഷ്യൂർഡ് ക്വാളിറ്റി സീഡ്സ് ടു ഫാമേഴ്സ്, ലാക്ക് ഓഫ് മെക്കനൈസേഷൻ. സ്മോൾ ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും തന്നെ ഒരു റിഫോം, അഗ്രികൾച്ചർ റിഫോം കൊണ്ടുവരാൻ പറ്റില്ല. സ്മോൾ ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് ഹോൾഡിംഗ് അതിനകത്ത് വരുന്നില്ല. ഇതൊരു ബേസിക് ലോജിക്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഷ്യൂർഡ് ക്വാളിറ്റി സീഡ്സ്. തീർച്ചയായിട്ടും ക്വാളിറ്റി സീഡ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗ്രികൾച്ചറിൽ റിഫോംസ് കൊണ്ടുവരാൻ പറ്റും. ലാക്ക് ഓഫ് മെക്കനൈസേഷൻ അതും തെറ്റാണ്. മെക്കനൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അഗ്രികൾച്ചറിൽ റിഫോംസും കൂടുതൽ പ്രോഡക്റ്റും കൂടുതൽ ഹാർവസ്റ്റും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? സെലക്ട് ദി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 only ആണ് നമ്മുടെ ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്സസ് ടു ഇന്റർനെറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 22, ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19. അപ്പം ഇതിൽ ഇൻ്റർനെറ്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19ൻ്റെ കീഴിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് SSCയിൽ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 19 ആണ്. പക്ഷേ കേരളമാണ് ആദ്യത്തെ സ്റ്റേറ്റ് ടു മേക്ക് ഇൻ്റർനെറ്റ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. പക്ഷേ കേരളത്തിൽ അത് അങ്ങനെ കൊടുത്തിരുന്നത് അണ്ടർ ആർട്ടിക്കിൾ 21 ആണ്. അപ്പം അത് ശ്രദ്ധിക്കുക. കേരളത്തിലെ ഇൻ്റർനെറ്റ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്ടിക്കിൾ 21ൻ്റെ അകത്താണ്. പക്ഷേ SSCക്ക് നമുക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ നമുക്ക് ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 19 ആണ്. അത് ശ്രദ്ധിക്കുക. SSC മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പീയൂഷ് ഗോയൽ ഇസ് ദ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ആസ് വെൽ ആസ് ഓഫ് വിച്ച് മിനിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ സമയത്ത് മിനിസ്റ്റർ ഓഫ് റെയിൽവേ ആയിരുന്നു പീയൂഷ് ഗോയൽ. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. എന്നാൽ പീയൂഷ് ഗോയൽ ഇപ്പോഴും മിനിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ്. കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൻ്റെയൊക്കെ മിനിസ്റ്ററാണ്. ടെക്സ്റ്റൈൽ മിനിസ്റ്ററാണ്. ഇതൊക്കെയുണ്ട്. ടെക്സ്റ്റൈൽ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസും കൺസ്യൂമർ അഫയേഴ്സും ഒക്കെ ഉണ്ട്. കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും വരുന്നുണ്ട്. പക്ഷേ ഇപ്പം റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. അതുകൊണ്ട് തന്നെ മിനിസ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കിയാലോ. 5th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അപ്പോൾ വലിയ ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് 5th ക്വസ്റ്റ്യൻ. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. Consider the following statements regarding initiatives in the education sector in the recent past. A national mission called NISHTHA, National Initiative for School Heads and Teachers Holistic Advancement under the centrally sponsored scheme of Samagra Shiksha, was launched in August 2019 to improve learning outcomes at the elementary level. Pradhan Mantri Innovative Learning Program Dhruv was launched to identify and encourage talented students to enrich their skills and നോളജ്. അപ്പം ഈ 2 സ്കീം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നിഷ്ഠ എന്ന് പറയുന്ന സ്കീമും രണ്ടാമത് ധ്രുവ് എന്ന് പറയുന്ന സ്കീമും. നിഷ്ഠ എന്ന് പറയുന്നത് എലിമെൻ്ററി ലെവലിലുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ് നിഷ്ഠ എന്ന് പറയുന്നത്. അതേസമയം പ്രധാനമന്ത്രി ഇന്നോവേറ്റീവ് ലേണിംഗ് ധ്രുവ് എന്ന് പറയുന്നത് ടാലൻറ്റഡ് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാനും അവരുടെ സ്കിൽസും നോളജും പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മുടെ ആൻസർ വരുന്നത് ബോത്ത് 1 and 2 ആണ്. ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സോ ബോത്ത് 1 and 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കിയാൽ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CAG കുറിച്ചാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ദ ഓഫീസ് ഓഫ് ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് substantially modeled upon that of the Auditor General of India Act 1935. The Comptroller and Auditor General may be removed only on
an address from both houses of parliament on the grounds of proved misbehavior or incapacity. The term of office of the Comptroller and Auditor General shall be 5 years from the date on which he assumes office. അപ്പോൾ CAGയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് വരുന്നത്. CAGയുടെ കേസ് ആദ്യം പറയുന്നത് മോഡൽ അപ്പോൺ ദി ആക്ട് ഓഫ് ഓഡിറ്റർ ജനറൽ ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് 1935 ആക്ട് പ്രകാരമാണെന്നുള്ളത്. ദാറ്റ്സ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ. ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ഓൺ ആൻ അഡ്രസ് ഫ്രം ബോത്ത് ദി ഹൗസസ് ഓഫ് പാർലമെന്റ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ആരെയാണ്? സുപ്രീം കോടതി ജഡ്ജിനെയാണ്. സോ നമുക്കത് അങ്ങനെ ആർട്ടിക്കിൾ 148 CAG എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 148 ആണ്. ആർട്ടിക്കിൾ 148 അങ്ങനെ തന്നെ പറയുന്നുണ്ട് ദാറ്റ് ഹി ക്യാൻ ബി റിമൂവ്ഡ് ഇൻ ദി ലൈക്ക് മാനേഴ്സ് ഓർ ഇൻ ദ സെയിം വേ in which Supreme Court judges removed. So same അതുപോലെ തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദി 2 grounds. 2 grounds എന്ന് പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആണ്. മൂന്നാമത്തെ നോക്കിക്കോളൂ. ദ ടേം ഓഫ് ഓഫീസ് എന്താ പറയുന്നത്? 5 years എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. എന്താ പറയുന്നത്? 6 or 65 years എന്നാണ് പറയുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണ് നേരത്തെ ആവുന്നത് അതിനനുസരിച്ചാണ് റിട്ടയർമെൻറ്റ് നടക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1 and 2 ഓൺലി ആണ്. 1 and 2 മാത്രമാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദി ഹൈറ്റ് ഓഫ് എലിവേഷൻ ഓഫ് ദി പെനിൻസുലർ പ്ലാറ്റു എന്നുള്ളതാണ്. സോ പെനിൻസുലർ പ്ലാറ്റുവിൻ്റെ ഹൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പെനിൻസുലർ പ്ലാറ്റു എന്ന് പറയുന്നത് ഓർക്കുക, ഈ നോർത്തേൺ പ്ലെയിൻസിൻ്റെ സൗത്ത് ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ പെനിൻസുലർ പ്ലാറ്റു എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഓപ്ഷൻസ് നോക്കിയാൽ 300 മീറ്റർ, 250 to 500 മീറ്റേഴ്സ്, 600 to 900 meters and 150 meter. പെനിൻസുലർ പ്ലാറ്റുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 600 മുതൽ 900 meters വരെയാണ് കിടക്കുന്നത്. സോ 600 to 900 meters ആണ് ഇതിൻ്റെ ഒരു എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ഏൻഷ്യൻ ഇന്ത്യയിൽ ഉപയോഗിച്ച ടേംസ് ആണ്. അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം. ലിസ്റ്റ് 1 എന്താ പറയുന്നത്? ടേംസ് യൂസ്ഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ആൻഡ് ലിസ്റ്റ് 2 എന്താ പറയുന്നത്? മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. ഈ വാക്കുകൾ എന്താണ് അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ എന്താ നമുക്ക് വരുന്നത്? ഭുക്തി, കാക്കിനി, ഘട്ടിക ആൻഡ് രാജുക. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കോപ്പർ കോയിൻസ്. ലിസ്റ്റ് 2 പറഞ്ഞിരിക്കുന്നത് കോപ്പർ കോയിൻസ്. ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ ഓഫൻ അറ്റാച്ച്ഡ് ടു എ ടെമ്പിൾ, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആൻഡ് 4th വൺ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഭുക്തി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ്. ഭുക്തി എന്ന് പറയുന്നത് ഭുക്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ്. നോർത്തേൺ സൈഡിൽ ഗുപ്ത പീരീഡിൽ നോർത്തേൺ സൈഡിൽ ഇതിനെ ഭുക്തി എന്നും സദേൺ ഭാഗത്ത് ഇതിനെ മണ്ഡല എന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനെ മണ്ഡലം അല്ലെങ്കിൽ മണ്ഡല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഗുപ്ത പീരീഡിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിൻ്റെ അതിനെ ഒന്ന് വേർതിരിക്കുന്നതാണ് ഈ ഭുക്തി എന്ന് പറയുന്നത്. അടുത്തത് കാക്കിനി എന്ന് പറയുന്നത് കോപ്പർ കോയിൻസ് ആണ് കാക്കിനി എന്ന് പറയുന്നത്. സോ A3 B1 വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. A3 B1 വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതേപോലെ തന്നെ C2 നോക്കുക. C2 ഘടിക എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റർ ആണ്. ടെമ്പിളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ ആണ് ഘടിക. ആൻഡ് രാജുക എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ആണ്. രാജുക എന്ന് പറയുന്നത് ലാൻഡ് മെഷർമെൻറ്റിനുള്ള ഒരു റൂറൽ ഒഫീഷ്യലാണ് രാജുക എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ പറയുന്ന ഓരോ വേർഡും അതിൻ്റെ മീനിങ്ങും കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. 9th ക്വസ്റ്റ്യനും നമുക്ക് ഒരു ബേസിക് ലോജിക് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. 9th ക്വസ്റ്റ്യൻ നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കിയാലോ. What can be the effects of ozone depletion on human health? Sunburn, cataract, skin cancer and aging of the skin. Select the correct answer using the options given below. അപ്പോൾ സൺബേൺ, ഓസോൺ ഡിപ്ലീഷൻ കാരണം നമുക്ക് എന്തൊക്കെ ഹ്യൂമൻ ഹെൽത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? സൺബേൺ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും. കാറ്ററക്റ്റും ഉണ്ട്, സ്കിൻ ക്യാൻസർ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാറ്ററക്റ്റും ഉണ്ട്, 1ഉം ഉണ്ട് 3ഉം ഉണ്ട്. സോ 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, അതെന്താണ്? എ. അപ്പം സൺബേൺ ഉണ്ട്, അതേപോലെ തന്നെ കാറ്ററക്റ്റ് ഉണ്ട്, സ്കിൻ ക്യാൻസർ ഉണ്ട്, ഏജിങ് ഓഫ് ദ സ്കിൻ ഉണ്ട്. ഇതൊക്കെ ഓസോൺ ഡിപ്ലീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട
എന്താണ് ഹെൽത്ത് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ദി പെനിൻസുലർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ? ദ പെനിൻസുലർ റിവേഴ്സ് റിസീവ് വാട്ടർ ഓൺലി ഫ്രം റെയിൻഫോൾ. ദീസ് റിവേഴ്സ് flow across the young fold mountains and are still youthful in age. These rivers have small basins and catchment area. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പെനിൻസുലർ റിവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോർത്തേൺ പ്ലെയിൻസിന് താഴെയുള്ള സദേൺ റീജിയനിലുള്ള പെനിൻസുലർ റിവേഴ്സ് ലൈക്ക് നർമ്മദ, അതേപോലെ തന്നെ തബി, അതേപോലെ കൃഷ്ണ, ഗോദാവരി, ഈ റിവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പെനിൻസുലർ റിവേഴ്സ് എന്ന് പറയുന്നത് നർമ്മദ, തബി, ഗോദാവരി, കൃഷ്ണ, ഇതൊക്കെയാണ് പെനിൻസുലർ റിവേഴ്സ്. സോ ദേ റിസീവ് വാട്ടർ ഓൺലി ഫ്രം റെയിൻഫോൾ എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ് അല്ലേ? അവർ റെയിൻഫോളിൽ നിന്ന് മാത്രമാണ് വെള്ളം, സ്നോ മെൽറ്റ് ചെയ്തിട്ടുള്ള വെള്ളമൊന്നും വരുന്നില്ല. ദീസ് റിവേഴ്സ് ഫ്ലോ അക്രോസ് ദ യങ് ഫോൾഡ് മൗണ്ടൻസ് ആൻഡ് ആർ സ്റ്റിൽ യൂത്ത്ഫുൾ ഇൻ ഏജ്. യങ് ഫോൾഡ് മൗണ്ടൻസ് ഒന്നുമല്ല, നമ്മുടെ പെനിൻസുലർ പ്ലാറ്റു എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നൊരു പ്ലാറ്റു ആണ്. സോ ഓൾഡ് പ്ലാറ്റൂയിലൂടെയാണ് ഇവരുടെ ഫ്ലോ എന്ന് പറയുന്നത്. യൂത്ത്ഫുൾ ഒന്നുമല്ല, പ്രായം ചെന്ന കുറേ റിവേഴ്സാണ്. ആൻഡ് ദീസ് റിവേഴ്സ് ഹാവ് സ്മോൾ ബേസിൻസ് ആൻഡ് ക്യാച്ച്മെൻറ്റ് ഏരിയ. അത് കറക്റ്റാണ്, ചെറിയ ബേസിനുമാണ്, ചെറിയ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. അതേസമയം ഹിമാലയൻ റിവേഴ്സിന് വലിയ ബേസിനാണ്, അതേപോലെ തന്നെ വലിയ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? അപ്പം ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. സോ 1 and 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 1 and 3 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹു വാസ് ദ വിന്നർ? 11th ക്വസ്റ്റ്യൻ ആണ്. ഹു വാസ് ദ വിന്നർ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്? സോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന IPL അല്ലേ? IPL പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ ഇനോഗ്രൽ സെഷൻ്റെ വിന്നർ ആരായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ആരായിരുന്നു വിന്നർ? ഓപ്ഷൻസ് നോക്കിയാൽ മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഇനോഗ്രൽ വിന്നർ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ്. അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച്ഡ് ഇൻ 1942 വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡിസൈസീവ് മൂവ്മെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. An important meeting took place in August 1942 at Gavalia Tank in Calcutta. In this regard, a significant feature of Quit India movement was the emergence of what came to be known as parallel governments in some parts of the country. The first one was proclaimed in Balia in East UP in August 1942. So ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഓഗസ്റ്റ് 1942 ഗവാലിയ ടാങ്കിൽ തന്നെയാണ്. ഓഗസ്റ്റ് 7 1942 അങ്ങനെയൊരു മീറ്റിംഗ് നടക്കുന്നത് അണ്ടർ ദി പ്രസിഡൻഷിപ്പ് ഓഫ് മൗലാന അബുൽ കലാം ആസാദ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICCയുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് 7 ആൻഡ് ഓഗസ്റ്റ് 8 1942 അടുത്ത ദിവസം തന്നെ ആഹ്വാനം ചെയ്യുവാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനുള്ള ആഹ്വാനം അടുത്ത ദിവസം തന്നെ ചെയ്യുവാണ്. സോ ദർ വാസ് എ കോൾ ഫോർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ആൻഡ് രണ്ടാമത്തത് സിഗ്നിഫിക്കൻ്റ് ഫീച്ചർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില പാരലൽ ഗവൺമെൻറ്റ്സ് ചില സ്ഥലങ്ങളിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഉണ്ടായി എന്നുള്ളത്. അതിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ദെൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഈസ്റ്റേൺ UPയിലെ ബാലിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായതാണ്. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ചിറ്റു പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഡർഷിപ്പിലായിരുന്നു ബാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പാരലൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് 1 and 2 രണ്ടും ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദി ലൈറ്റസ്റ്റ് ഗ്യാസ്? ഇതൊരു സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. ലൈറ്റസ്റ്റ് ഗ്യാസ് എന്നുള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. നിയോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ആണ് നമ്മുടെ ലൈറ്റസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡാൻസ് ഫോംസ് ഹാവ് ബീൻ അക്നോളജ്ഡ് ബൈ സംഗീത നാടക അക്കാഡമി ആസ് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ ആസ് ഓൺ November 2020? സോ ഇപ്പോഴും ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 8 മാത്രമാണുള്ളത്. ഓപ്ഷൻ 6, 8, 10, 4 8 മാത്രമാണ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 8 വരുന്നത്? ഭരതനാട്യം, ദെൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ദെൻ കഥക്, ഒഡീസി, മണിപ്പൂരി, സാത്രിയം. ഇത്രയുമാണ് സംഗീത നാടക അക്കാഡമി അക്നോളജ് ചെയ്തിരിക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന 8 എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചർ ഒരെണ്ണം കൂടി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഛാവു എന്ന് പറയുന്ന ഡാൻസ് ഫോം മിനിസ്ട്രി ഓഫ് കൾച്ചറൽ മിനിസ്ട്രി ഒരു ഡാൻസ് ഫോം കൂടി, 9ാമത്തെ ഒരു ഡാൻസ് ഫോം ഛാവും കൂടി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംഗീത നാടക അക്കാഡമി എന്ന് പറയുന്നത് ഈ പറയുന്ന 8 മാത്രമേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഓരോന്ന്.
So first statement എന്താ പറയുന്നത്, as per the principle the lighter particles are forced to the bottom and the denser particles stay at the top when spun rapidly. This principle is applied in diagnostic laboratories of blood and urine tests. This principle is applied in dairies and in homes to separate butter from cream. അപ്പോൾ ഇതിൽ ഈ സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട്. ലൈറ്റർ പാർട്ടിക്കിൾസ് ആർ ഫോഴ്സ്ഡ് ടു ദ ബോട്ടം അല്ല, ഡെൻസർ പാർട്ടിക്കിൾസ് ആണ് ബോട്ടമിലേക്ക് പോകുന്നതും ലൈറ്റർ പാർട്ടിക്കിൾസ് ലൈറ്റ് ആയതുകൊണ്ട് ടോപ്പിൽ നിൽക്കുന്നതുമാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്പൺ ചെയ്യുമ്പോൾ ഇതേ ഒരു പ്രിൻസിപ്പിളിലാണ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. സ്പൺ ചെയ്യുമ്പം ഡെൻസർ പാർട്ടിക്കിൾസ് താഴോട്ടും ലൈറ്റർ പാർട്ടിക്കിൾസ് മുകളിലോട്ടുമാണ് വരുന്നത്. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതും. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ബട്ടർ ഫ്രം ക്രീം, ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് വാഷിംഗ് മെഷീനിൽ അപ്ലൈ ചെയ്യുന്നത്. സോ 2 and 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക് കോമ്പോസിഷൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ധ്രുപദ് is a serious and sober composition which demands efforts from the vocal cords and lungs. Khayal is a word derived from Persian and implies an implied idea or imagination. And then comes the tumri. Tumri is a light form based on the romantic religious literature inspired by the Bhakti movement. And the last one, the ghazal is yet another product of the Indonesian influence of Hindustani music. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വോക്കൽ ഫോംസ് ആണ്. വോക്കൽ ഫോംസ് ആണ് ധ്രുപദ് എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ 3 തരം വോക്കൽ ഫോംസ് ആണുള്ളത്. ഒന്ന് ധ്രുപദ്, 2 ഖയാൽ ആൻഡ് 3 തരാന. അപ്പോൾ ഇതൊക്കെ 3 വോക്കൽ ഫോംസ് ആണുള്ളത്. ധ്രുപദ് ആൻഡ് ഖയാൽ ആൻഡ് തരാന എന്ന് പറയുന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളതും സോബർ കോമ്പോസിഷനും കുറച്ച് സീരിയസ് ആയിട്ടുള്ള അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളത് ധ്രുപദാണ്. അത് വോക്കൽ കോഡ്സും ലങ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ധ്രുപദ് എന്ന് പറയുന്നത്. ഖയാൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി മോഡേൺ ഫോമിലുള്ളതാണ് ഖയാൽ. ഇത് കറക്റ്റ് ട്രഡീഷണലാണ്. ഇത് മോഡേൺ ഫോമിലുള്ളതാണ് ഖയാൽ എന്ന് പറയുന്നത്. ആൻഡ് തുമ്രി എന്ന് പറയുന്നത് ലൈറ്റ് ഫോം ആണ്. ബേസിക്കലി സെമി ക്ലാസിക്കൽ എന്ന് നമുക്ക് പറയാം. സെമി ക്ലാസിക്കലാണ്, കുറച്ചും കൂടി ലൈറ്റ് സ്റ്റൈലാണ് തുമ്രി എന്ന് പറയുന്നത്. റൊമാൻറ്റിക് റിലീജിയസ് പിന്നെ ലിറ്ററേച്ചറാണ്, ഭക്തി മൂവ്മെൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ആൻഡ് 4ാമത്തത് ഗസൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷേ ഇൻഡോനേഷ്യൻ ഇൻഫ്ലുവൻസ് അല്ല, ഉറുദു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇൻഡോനേഷ്യൻ ഇൻഫ്ലുവൻസ് നമുക്കത് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു കേസ് അല്ല ഗസൽ എന്ന് പറയുന്നത്. സോ ഉറുദു ഇൻഫ്ലുവൻസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1, 2 and 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 17ാമത്തെ ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം വീണ്ടും സ്പോർട്സ് ആൻഡ് പ്ലെയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇവിടെ നോക്കാം. ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഹോക്കി ആൻഡ് ടെന്നീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയേഴ്സ് ആരാണ്? മോഹിത് കമത്ത്, ദെൻ ജർമൻപ്രീത് സിംഗ് ആൻഡ് ഋഷി റെഡ്ഡി ആൻഡ് വാഷിങ്ടൺ സുന്ദർ. അപ്പോൾ ഇതിൽ നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് വാഷിങ്ടൺ സുന്ദർ ആണ്. സോ A4 വരുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ക്രിക്കറ്റ് വാഷിങ്ടൺ സുന്ദർ ആൻഡ് B1 ബാഡ്മിൻ്റൺ മോഹിത് കാമത്ത് ആൻഡ് C2 ഹോക്കി ജർമൻപ്രീത് സിംഗ് ആൻഡ് ടെന്നീസ് ഋഷി റെഡ്ഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്തായാലും സ്പോർട്സ് ആൻഡ് പ്ലെയേഴ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പഠിച്ചിട്ട് തന്നെ പോകണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18 ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. സോ ഇപ്രാവശ്യം നമുക്കുള്ളത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഹാസ് നോട്ട് റിട്ടൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്സ്. ഏത് ബുക്കാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതാതിരുന്നത് അല്ലെങ്കിൽ എഴുതിയിട്ടില്ലാത്തത്? ഓപ്ഷൻസ്: റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ടാർഗറ്റ് 3 billion, ദ ലൂമിനസ് സ്പാർക്സ്, അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചാലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ബുക്ക് നോക്കിയില്ലെങ്കിൽ ഏകദേശം ഉത്തരം അറിയാൻ പറ്റും ഏതാണ്. റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് ദ നോൺ ലിവിങ് എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹമല്ല, ജഗദീഷ് ചന്ദ്ര ബോസിൻ്റെ ബുക്കാണ്. JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസിൻ്റെ ബുക്കാണ്. ഇത് 3ഉം ഇദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെയാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്. സോ ടാർഗറ്റ് 3 billion, ലൂമിനസ് സ്പാർക്സ്, അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചാലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, റിട്ടൺ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് കാഞ്ചീപുരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഏകാംബരേശ്വര ടെമ്പിൾ, ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ, ശ്രീ വെങ്കടേശ്വര സ്വാമി വാരി ടെമ്പിൾ,
ആൻഡ് ദെൻ അരുൾ മിഗു രാമനാഥ സ്വാമി ടെമ്പിൾ. അപ്പോൾ ഇതിൽ നമുക്ക് പത്മനാഭസ്വാമി ടെമ്പിൾ എവിടെയാണെന്ന് അറിയാം. വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ എവിടെയാണെന്ന് അറിയാലോ, തിരുപ്പതി അല്ലേ. പത്മനാഭസ്വാമി ടെമ്പിൾ എവിടെയാണ്? തിരുവനന്തപുരം. സോ അത് കേരളത്തിലാണ്, തിരുപ്പതിയാണ് ഇത് വരുന്നത്. രാമനാഥസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് രാമേശ്വരത്താണ് വരുന്നത്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ലൊക്കേറ്റഡ് ഇൻ കാഞ്ചീപുരം ഏകാംബരേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് കാഞ്ചീപുരത്തുള്ള ടെമ്പിളാണ്. നമുക്കിതേ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇസ് ദ സൈറ്റ് ഓഫ് ഭീംബേത്ക സിറ്റുവേറ്റഡ്? ഭീംബേത്ക എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് മധ്യപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാടു ആൻഡ് ഛത്തീസ്ഗഡ്. ആൻസർ ഏതാ വരുന്നത്? ഭീംബേത്ക ഇസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്. സോ നമ്മുടെ ആൻസർ മധ്യപ്രദേശ്. ഇനി നമുക്ക് 20th ഫെബ്രുവരിയിലെ തന്നെ ഷിഫ്റ്റ് 2ലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഗള്ളി ഇറോഷൻ. ഗള്ളി ഇറോഷൻ ഇസ് പ്രൈമർലി ഡ്യൂ ടു വാട്ടർ, വിൻഡ്, ഷിഫ്റ്റിംഗ്, അഗ്രികൾച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത് ഒരുതരം സോയിൽ ഇറോഷൻ ആണ്. ചെറിയ ചാലുകളൊക്കെ കീറുന്നതാണ്. മഴ നന്നായിട്ട് ശക്തമായിട്ട് പെയ്യുമ്പോൾ നമുക്ക് അറിയാം ചെറിയ ചാലുകൾ ഇങ്ങനെ കീറി തുടങ്ങും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. വൺ ഓൺലിയാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ വാട്ടർ ഇറോഷൻ, റിവർ ഇറോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ഗള്ളി ഇറോഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എവിഡൻസ് പ്രൂവ്സ് ദാറ്റ് ഹിമാലയാസ് ആർ സ്റ്റിൽ റൈസിങ്? ഹിമാലയാസ് എന്ന് പറയുന്നത് ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. അതിൻ്റെ തെളിവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The frequent occurrence of earthquakes in the Himalayan region shows that the Himalayas have not yet attained an isostatic equilibrium and they continue to rise further. The Himalayan rivers have small basins and catchment area. Some of the fossil formations found in the Shivalik hills are also available in the Tibet plateau. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. എന്താണ്? എർത്ത് ക്വേക്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോമിലാണ്. അതായത് റൈസിംഗ് ആണ്. പതുക്കെ പതുക്കെ ഹിമാലയത്തിൻ്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. സോ അത് യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. അത് മുഴുവനായിട്ട് മൗണ്ടൻ മുഴുവനായിട്ടൊരു കംപ്ലീറ്റ് സ്ട്രക്ചറായി മാറിയിട്ടില്ല. അത് ഇക്വിലിബ്രിയത്തിൽ വന്നിട്ടുമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ ആ ഒരു ഏരിയയിൽ നമുക്ക് എർത്ത് ക്വേക്ക് കാണാൻ പറ്റുന്നതും. അപ്പം അത് കാണിക്കുന്നത് എന്താണ്? ഹിമാലയാസ് ഇപ്പോഴും റൈസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. പെനിൻസുല റിവേഴ്സിനാണ് സ്മോൾ ബേസിൻസും അതേപോലെ സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയയും വരുന്നത്. ഹിമാലയൻ റിവേഴ്സിന് വളരെ വലിയ ഒരു ബേസിനും കാച്ച്മെൻറ്റ് ഏരിയയാണ് വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശിവാലിക് ഹിൽസിൽ കണ്ട അതേ ഫോസിൽ ഫോർമേഷൻ നമുക്ക് ടിബറ്റൻ പ്ലാറ്റൂവിൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ നേരത്തെ അവരൊക്കെ ഒരേ നിരപ്പിലായിരുന്നു. പിന്നീട് ഹിമാലയ റൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നപ്പം ടിബറ്റൻ പ്ലാറ്റു അവിടെ കടന്നു. ഹിമാലയ റൈസ് ചെയ്ത് ഓരോരുത്തരൊക്കെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പം അതും കാണിക്കുന്നത് എന്താണ്? ഹിമാലയയുടെ ഒരു റൈസിംഗ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് എന്താണ്? 1 and 3 ആണ് നമ്മുടെ ഓപ്ഷൻ. അപ്പം നമുക്കിതിന് ഇങ്ങനൊരു ജോഗ്രഫി ക്വസ്റ്റ്യൻ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ജസ്റ്റ് ബൈഹാർട്ട് പഠിച്ചാൽ മാത്രം പോരാ. ജോഗ്രഫിയുടെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ധാരണ നമുക്ക് തരേണ്ടതാണ്. ജോഗ്രഫിയുടെ കോൺസെപ്റ്റ് നമുക്ക് നല്ല ധാരണ തരേണ്ടതാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കർണാട്ടിക് മ്യൂസിക് കോമ്പോസിഷനെ കുറിച്ചാണ് പറഞ്ഞത്. കർണാടക മ്യൂസിക് കോമ്പോസിഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇത് എഴുതിയിരിക്കുന്ന മുഴുവൻ കർണാട്ടിക് ആ ഒരു സ്റ്റൈലാണ്. അപ്പം അതിന് ചിലപ്പോൾ അങ്ങനെയും പറയാറുണ്ട് കർണാടക മ്യൂസിക് കോമ്പോസിഷൻ എന്നുള്ളത്. കർണാട്ടിക് സ്റ്റൈലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ ദ വോക്കൽ ഫോം രാഗം, താനം, പല്ലവി ഈസ് ജനറലി ദ മെയിൻ ഐറ്റം ഇൻ കർണാടക മ്യൂസിക് കോൺസെർട്സ്. ദ കൃതി ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഇൻ കർണാടക മ്യൂസിക്. The Tilana is the South Indian musical counterpart of the North Indian Tarana, rhythmic and fast in tempo. Then in Karnataka music there was no influence of Bhakti in its development. ഓരോന്നോരോന്നായിട്ട് നോക്കാം. രാഗം, താനം, പല്ലവി എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് കോൺസേർട്സിൻ്റെ മെയിൻ കാര്യമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുന്നതുമാണ് രാഗം, താനം, പല്ലവി എന്നുള്ളത്. അതേപോലെ കൃതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ഫോമാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. ഏത് കൃതി എന്നൊക്കെ ചോദിക്കുന്നത്, ഇത് കൃതിയെ നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അടുത്തത് തില്ലാന എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കൽ കൗണ്ടർ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ തരാന. നമ്മൾ നേരത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടത്? ധ്രുപ്പദ്, അതേപോലെ ഖയാൽ ആൻഡ് തരാന കണ്ടിട്ടുണ്ടായിരുന്നു. അതേ തരാനയുടെ ഇവിടുത്തെ കൗണ്ടർ പാർട്ട്, അവിടുത്തെ നോർത്ത് ഇന്ത്യൻ തരാനയുടെ സൗത്ത് ഇന്ത്യൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് തില്ലാനയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? തില്ലാന ആയാലും തരാന ആയാലും രണ്ടും എന്താണ്? ഋത്വിക്കാണ് ആൻഡ് വളരെ ഫാസ്റ്റാണ്. ടെമ്പോ വളരെ ഫാസ്റ്റാണ്. നാലാമത്തത് ഇൻ കർണാടക മ്യൂസിക് ദർ വാസ് നോ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതൊരു തെറ്റായ കാര്യമാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 4 ഒഴിച്ച് ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1, 2 and 3 ആണ്.
ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ലിസ്റ്റാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ വീണ്ടും പ്ലെയേഴ്സ്, സ്പോർട്സും അതേപോലെ തന്നെ പ്ലെയേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് സ്പോർട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഹോക്കി ആൻഡ് ടെന്നീസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് സാകേത് മൈനേനി പ്ലെയേഴ്സ്, ദെൻ HS പ്രണോയ്, കൃഷ്ണ ബി പാത്തക് ആൻഡ് ഹനുമ വിഹാരിയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത്. സോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് A4 ആണ്. ക്രിക്കറ്റിൽ വരുന്നത് ഹനുമ വിഹാരി. ആൻഡ് ദെൻ സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. A4 തന്നെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. ആൻഡ് B2 ആണ് ബാഡ്മിൻ്റൺ, HS പ്രണോയ് ആണ്. ആൻഡ് ദെൻ ഹോക്കി എന്ന് പറയുന്നത് C3 തന്നെ, കൃഷ്ണ ബി പാത്തക്. ആൻഡ് ടെന്നീസ് സാകേത് മൈനനിയാണ് ടെന്നീസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. ഓപ്ഷൻസ് മാത്രമല്ല, പ്ലെയേഴ്സും അതേപോലെ തന്നെ സ്പോർട്സ് ഐറ്റം ഓർത്ത് വയ്ക്കുക. വീണ്ടും നമുക്ക് വരുന്നത് മാച്ച് ലിസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ടേംസ് യൂസ്ഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ ടേംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സേതി, കുടുംബി, നാട്, അജീവിക. ഇതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിയാലോ, അത് ലിസ്റ്റ് 2 നോക്കിയാലോ. എ ഹെട്രോഡോക്സ് സെക്ട് ഓഫ് ദി ടൈം ഓഫ് ദ ബുദ്ധ, എ ടെറിട്ടോറിയൽ യൂണിറ്റ് ഇൻ സൗത്ത് ഇന്ത്യ, ഹൗസ് ഹോൾഡർ ആൻഡ് മെർച്ചൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സെത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലരുടെ ആൾക്കാരുടെയും പേരിൻ്റെ ബാക്കിലായിട്ട് സർനെയിം സെത്ത് എന്ന് കാണാറുണ്ട്. അപ്പോൾ സെത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സേഠു എന്നൊക്കെ പറയുന്നത് എന്താണ്? മെർച്ചൻ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം സേട്ട് എന്ന് പറയുന്നത് A4 ആണ്. A4 വരുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ വരുന്നത്. സേട്ട് എന്നുള്ള അർത്ഥത്തിൽ A4. ദെൻ B3 കുടുംബി എന്ന് പറയുന്നത് എന്താണ്? കുടുംബിയാണെന്ന് പറയാണ്ട് കുടുംബിനിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേ കുടുംബിനി തന്നെയാണിത്, B3. പിന്നെ C2 നാട് എന്ന് പറയുന്നത് എന്താണ്? C2 is a territorial unit. നമ്മൾ നാട് തന്നെയാണ് പറയുന്നത് അല്ലേ? ഒരു ടെറിട്ടറി, ഒരു ഏരിയ നമ്മൾ നാട് എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ നാട്ടിൽ പോകാമെന്നൊക്കെ പറയാറുണ്ട്. അജീവിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിസത്തിലെ ഒരു സെക്റ്റാണ് അജീവിക എന്ന് പറയുന്നത്. അതും വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഏകദേശം ഊഹിച്ചിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്താം, മാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദി ഹെവിയസ്റ്റ് ഗ്യാസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ലൈറ്റസ്റ്റ് ഗ്യാസ് ആണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹെവിയസ്റ്റ് ഗ്യാസ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് റാഡോൺ, ഹൈഡ്രജൻ, ഹീലിയം ആൻഡ് ആർഗൺ. ഏതാണ് ഉത്തരം? റാഡോൺ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ CEO ഓഫ് ഗൂഗിൾ? ഓപ്ഷൻസ് നോക്കാം. സത്യ നാഡല്ല, രാജേഷ് സൂരി, ഇന്ദ്ര നൂയി ആൻഡ് സുന്ദർ പിച്ചായി. ആരാണ് വരുന്നത്? സുന്ദർ പിച്ചായി ആണ് ഫസ്റ്റ് ഇന്ത്യൻ CEO ഓഫ് ഗൂഗിൾ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ക്രോപ്പ് റൊട്ടേഷനെ കുറിച്ചാണ്. അഗ്രികൾച്ചറിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ടു. അപ്പം ഈ ചോദ്യം വരുന്നത് ഇപ്പം ക്രോപ്പ് റൊട്ടേഷൻ ആണ്. 8th one, crop rotation helps return nutrients to the soil without synthetic inputs. Crop rotation is the practice of planting different crops sequentially on the same plot of land to improve soil health. Crop rotation deteriorates the soil structure as the same nutrients are used time and again. സോ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാലത്ത് ഒരു ക്രോപ്പാണ് നടുന്നതെങ്കിൽ ഈ ക്രോപ്പിൻ്റെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ക്രോപ്പ് അതേ ഫീൽഡിൽ നടുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആ സോയിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതാണ്. ന്യൂട്രിയൻസ് പുതിയതായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ക്രോപ്പ് റൊട്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് റിട്ടേൺ ന്യൂട്രിയൻസ് ടു ദ സോയിൽ വിത്തൗട്ട് സിന്തറ്റിക് ഇൻപുട്സ്. അധികം സിന്തറ്റിക് ഇൻപുട്സ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു 2 തരം ക്രോപ്പ് അവിടെ 2 or 3 തരം ക്രോപ്പ് അവിടെ പിന്നെ കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ന്യൂട്രിയൻസ് റിട്ടേൺ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് പ്ലാന്റിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് സീക്വൻഷ്യലി ഓൺ ദ സെയിം പ്ലോട്ട് ഓഫ് ലാൻഡ്. സെയിം പ്ലോട്ട് ഓഫ് ലാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സീക്വൻസ് കഴിയുമ്പോൾ അടുത്ത സീക്വൻസിൽ അടുത്ത ക്രോപ്പാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. അത് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഇറ്റ് ഡിറ്റോറേറ്റ്സ് ദ സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഫോം ഓഫ് കൾട്ടിവേഷൻ ആണ്, ഹെൽത്തി ഫോം ഓഫ് അഗ്രികൾച്ചർ ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1 and 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഹൗ ഡസ് എയർ പൊല്യൂഷൻ അഫക്റ്റ് ലിവിങ് ഓർഗാനിസംസ്? ഓപ്ഷൻസ് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സൾഫർ ഡൈ ഓക്സൈഡ് ഇറിറ്റേറ്റ്സ് ദി റെസ്പിറേറ്ററി ടിഷ്യൂ. നൈട്രജൻ ഓക്സൈഡ്സ് എസ്പെഷ്യലി നൈട്രജൻ dioxide can irritate the lungs.
Suspended particles in the air aggravate our respiratory tract, leading to bronchitis and asthma. Many volatile organic compounds and toxic particulates can cause mutations, reproductive problems or cancer. ഇനി കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നമുക്ക് കോഡ്സ് നോക്കി സെലക്ട് ചെയ്യണം. ഓപ്ഷൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 and 4 ഓൺലി, 2 and 3 ഓൺലി, 1 and 2 ഓൺലി, 1, 2, 3 and 4. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. സൾഫർ ഡയോക്സൈഡ് ഇറിറ്റേറ്റ്സ് റെസ്പിറേറ്ററി ടിഷ്യൂസ്, അത് കറക്റ്റാണ്. അതൊരു തരത്തിലുള്ള ഒരു അൺഈസി ഫീലിംഗ് ഉണ്ടാക്കും റെസ്പിറേറ്ററി ടിഷ്യൂസിനെ, അത് ഇറിറ്റേറ്റും ചെയ്യാറുണ്ട്. അതേപോലെ നൈട്രജൻ ഓക്സൈഡും എസ്പെഷ്യലി നൈട്രജൻ ഡയോക്സൈഡ് ലങ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, എയറിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വീണ്ടും റെസ്പിറേറ്ററി ട്രാക്റ്റിനെ, അതേപോലെ തന്നെ ബ്രോങ്കൈറ്റിസും ആസ്മ, ഇതൊക്കെ എയർ പൊല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റാണ് എയർ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്നത്. അടുത്തത് ഹെൽത്ത് കൺസേൺസ് ആണ്. മെനി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ടോക്സിക് പാർട്ടിക്കുലേറ്റ്സ് ക്യാൻ കോസ് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം, റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കാം, ക്യാൻസർ ഉണ്ടാക്കാം. ഇതെല്ലാം ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് 1, 2, 3 and 4 ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ഹൂ ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെയ്സ്ട്രോ ഓഫ് സന്തൂർ? ഇപ്പോൾ സന്തൂർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു മെയ്സ്ട്രോ, ഇതിനകത്ത് ആരാണ്, ഈ ഓപ്ഷൻസിൽ ആരാണ് അതിൻ്റെ മെയ്സ്ട്രോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, ഉസ്താദ് അല രഖ ആൻഡ് പണ്ഡിറ്റ് അജോയ് ചക്രവർത്തിയാണ്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് സന്തൂറിൻ്റെ മെയ്സ്ട്രോ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയാണ്. ഹരിപ്രസാദ് ചൗരസിയ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിസ്റ്റ് ആണ്. ഫ്ലോട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂട്ട് വായനക്കാരനാണ് ഈ പറയുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉസ്താദ് അല രഖ ഖാൻ, ഇദ്ദേഹം തബല പ്ലെയർ ആണ്, തബല. ആൻഡ് പണ്ഡിറ്റ് അജോയ് ചക്രവർത്തി എന്ന് പറയുന്നത് വോക്കലിസ്റ്റ് ആണ്, സിംഗറാണ് ഇദ്ദേഹം, പണ്ഡിറ്റ് അജോയ് ചക്രവർത്തി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO? ഓപ്ഷൻസ് എന്താണ്? സതീഷ് ധവാൻ, MGK മേനൻ, വിക്രം സാരാഭായി ആൻഡ് ഉടുപ്പി രാമചന്ദ്ര റാവു. ആരാണ്? നമുക്കറിയാവുന്ന ഉത്തരമാണല്ലോ അല്ലേ. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദി സലാർ ജംഗ് മ്യൂസിയം ലൊക്കേറ്റഡ്? സലാർ ജംഗ് മ്യൂസിയം ഓപ്ഷൻസ് നോക്കാം. ഹൈദരാബാദ്, കാൺപൂർ, ബംഗളൂരു ആൻഡ് ഭോപ്പാൽ. സോ സലാർ ജംഗ് മ്യൂസിയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് സലാർ ജംഗ് മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൾച്ചറിൽ നിന്നുള്ള ചോദ്യമാണ്. കുഡ് ഡാൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് ആൻഡ് വളരെ പോപ്പുലർ ഡാൻസ് ആണ് ആ പർട്ടിക്കുലർ ഏരിയയിൽ. ഏതാണെന്ന് നോക്കാം. സോ കുഡ് ഡാൻസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഫോക്ക് ഡാൻസസ് ഓഫ് കേരള, മധ്യപ്രദേശ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ. സോ കുഡ് ഡാൻസ് എന്ന് പറയുന്നത് എവിടുത്തതാണ്? കുഡ് ഡാൻസ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇൻ April 2019 ഹൂ എമംഗ് ദീസ് ബിക്കെയിം ദ ഹയസ്റ്റ് റാങ്ക്ഡ് മെൻസ് ബാഡ്മിൻ്റൺ പ്ലെയർ ഇൻ ദ വേൾഡ്? April 2018 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ 2018 ഹയസ്റ്റ് റാങ്കിങ് ബാഡ്മിൻ്റൺ പ്ലെയർ ആരാന്നാണ് ചോദിച്ചത്. ശ്രീകാന്ത് കിഡംബി, രാജവർദ്ധൻ സിംഗ് രാഥോഡ്, P. ഗോപിചന്ദ് ആൻഡ് പാരുപ്പള്ളി കശ്യപ്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ശ്രീകാന്ത് കെ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഹയസ്റ്റ് റാങ്ക്ഡ് ബാഡ്മിൻ്റൺ പ്ലെയർ അദ്ദേഹമായിരുന്നു ആ സമയത്ത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രിഡോമിനറ്റ്ലി യൂസ്ഡ് ഇൻ ബോത്ത് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക് മ്യൂസിക്? ഇറ്റ് ഡസ് നോട്ട് പ്ലേ മെലഡി ഒന്നും പ്ലേ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു റോളൊന്നും അതിനില്ല. ബട്ട് സപ്പോർട്ട്സ് എ സിംഗർ ഓർ അനദർ ഇൻസ്ട്രുമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതേതാണ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിത്താർ, മൃദംഗം, തമ്പുര ആൻഡ് വീണ. ഏതാണ്? തമ്പുരയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്. സിംഗറിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് തമ്പുരയാണ്. ഓക്കെ, അത് രണ്ടിലും യൂസ് ചെയ്യുന്നുണ്ട്, ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക് മ്യൂസിക്. ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു എക്സാം എഴുതുമ്പം തമ്പുരയെക്കുറിച്ച് ഒരു ചോദ്യം വരുവാണെങ്കിൽ ഈ ഒരു തമ്പുര എന്ന് പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം അത്രയും റിച്ച് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് IBയുടെ. എസ്പെഷ്യലി കൾച്ചർ റിലേറ്റഡ് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസും അധികം കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു നല്ല ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് statement defines chromatography? It is a process of separation of components of a mixture. It is used to separate colors in a dye. It is used to separate a mixture of oil and water. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ക്രോമാറ്റോഗ്രഫി എന്നാണ് ചോദിച്ചത്. സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. ഒരു മിക്സ്ചറിലെ കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്രോമാറ്റോഗ്രഫി തന്നെയാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കളേഴ്സിനെ ഡൈ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടല്ല ഓയിൽ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? 1 and 2. 1 and 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 17th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ടു ഇംപ്രൂവ് ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇൻ ദി റീസെൻറ്റ് പാസ്റ്റ്. സോ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ റേറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലേബർ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. വിമൻ ഹെൽപ്പ് ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. വിമൻ ഹെൽപ്പ് ലൈൻ സ്കീം WHL ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് സിൻസ് 1st April 2016 to provide 24 hours emergency and non-emergency response to women affected by violence and to provide information about women-related government schemes, programs across the country through a single uniform number 185. The one-stop center scheme facilitates access to an integrated range of service including police, medical, legal, psychological support and temporary shelter to women affected by violence. One-stop centers are being set up in all districts of the country. So which of the above statements is or are correct എന്നാണ് ചോദിച്ചത്. 1 only ആണോ, 2 only ആണോ, ബോത്ത് ഉണ്ടോ എന്ന് neither ആണോ ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്കീം യൂണിവേഴ്സലൈസേഷൻ ഓഫ് വിമൻ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് വിമൻ ഹെൽപ്പ് ലൈൻ. യൂണിവേഴ്സലൈസേഷൻ ഓഫ് വിമൻ ഹെൽപ്പ് ലൈൻ. ഈ പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ വിമൻ ഹെൽപ്പ് ലൈൻ സ്കീം എന്ന് പറയുന്നത്, WHL സ്കീം. സോ ഇറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് സിൻസ് 1st April. അതെല്ലാം കറക്റ്റാണ്. ഈ ഒരു ഇയർ മാറിപ്പോയി, 2016 അല്ല 2015 മുതലാണ് ഈ ഒരു സ്കീം നിലവിൽ വന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. 24 hours എമർജൻസി ആൻഡ് നോൺ എമർജൻസി റെസ്പോൺസ് ആണ് ടു വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ്. സോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എമർജൻസി 24 hour എമർജൻസി പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ അബൌട്ട് വിമൻ റിലേറ്റഡ് സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് സ്കീംസ് അക്രോസ് ദ കൺട്രി. ആൻഡ് സിംഗിൾ യൂണിഫോം നമ്പർ, ഇതിനെല്ലാം കൂടിയിട്ടുള്ളൊരു സിംഗിൾ യൂണിഫോം നമ്പർ 185 അല്ല 181 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 2 കാര്യങ്ങൾ തെറ്റാണ്. ഒന്ന് 1st April 2015 ആണ്. രണ്ടാമത്തെ കാര്യം 181 എന്ന് പറയുന്നതാണ് ഈ യൂണിഫോം നമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റ് ആക്സസ് ടു ആൻ ഇൻറ്റഗ്രേറ്റഡ് റേഞ്ച് ഓഫ് സർവീസ്. ഒരുപാട് സർവീസസ്, ഇൻറ്റഗ്രേറ്റഡ് സർവീസസിന് ഉള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. പോലീസ്, അതേപോലെ തന്നെ മെഡിക്കൽ, ലീഗൽ, സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഈവൻ ടെമ്പററി ഷെൽട്ടേഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വയലൻസ് അഫക്റ്റഡ് വിമന്. സോ ഇതെല്ലാ ഡിസ്ട്രിക്റ്റിലും സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും ശരിയാണ്. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയായിരിക്കണം, പാർഷ്യലായിട്ടായിരിക്കില്ല. സോ ഇത് പാർഷ്യലായിട്ട് തെറ്റാണ്, ഇത് പൂർണ്ണമായിട്ടും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? 2 ഓൺലി. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ദ ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് ഈസ് ബെറ്റർ ദാൻ ദി സിമ്പിൾ ഇവോപ്പറേഷൻ ടെക്നിക് ആൻഡ് crystallization is a process that separates a pure solid in the form of its crystals from a solution. It is applied for purification of salt that we get from seawater. It is applied for separation of crystals of alum from impure samples. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്കിനെ കുറിച്ച് IBയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം നമ്മൾ കണ്ടു. സെൻട്രിഫ്യൂഗേഷൻ കണ്ടു, ഇപ്പോൾ തന്നെ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി കണ്ടു. ഇതിപ്പോൾ ക്രിസ്റ്റലൈസേഷൻ ആണ് പറയുന്നത്. പ്യുവർ സോളിഡ് ഇൻ ദ ഫോം ഓഫ് ഇറ്റ്സ് ക്രിസ്റ്റൽസ് ഫ്രം എ സൊല്യൂഷൻ. സോ സൊല്യൂഷന് സോളിഡിനെ മാറ്റുന്നത്, ക്രിസ്റ്റൽസ് ആയിട്ട് സോളിഡിനെ മാറ്റുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾട്ട് ഫ്രം സീ വാട്ടർ. സീ വാട്ടർ എന്ന് പറയുന്ന സൊല്യൂഷനിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് എടുക്കുന്നത്.
മൂന്നാമത്തത് എന്താ പറയുന്നത്, അതുപോലെ തന്നെ ഇംപ്യൂർ സൊല്യൂഷൻ, ഇംപ്യൂർ സാമ്പിൾസ് നിന്ന് ആലത്തിനെ പുറത്തെടുക്കുന്നതും ക്രിസ്റ്റലായിട്ട് ആലമിനെ പുറത്തെടുക്കുന്നതും ഈ ഒരു ടെക്നീക്ക് വഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇത് അതിൻ്റെ ആ ടെക്നീക്ക് എന്താണെന്നുള്ളതും ബാക്കി 2 അതിൻ്റെ എക്സാമ്പിൾസുമാണ്. സോ 1, 2 and 3 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് 1/2 ഓഫ് ദി വേവ് ഹൈറ്റ് കോൾഡ്? 1/2 ഓഫ് ദി വേവ് ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് 1/2 ഓഫ് വേവ് ഹൈറ്റ്? എന്താണ് 1/2 ഓഫ് വേവ് ഹൈറ്റ് കോൾഡ്? ഓപ്ഷൻസ് നോക്കിയാലോ. സോ 1/2 ഓഫ് വേവ് ഹൈറ്റ് അല്ലേ, വേവ് സ്പീഡ്, വേവ് ആംപ്ലിറ്റ്യൂഡ്, വേവ് പീരിയഡ് ആൻഡ് വേവ് ഫ്രീക്വൻസി. സോ വേവ് ആംപ്ലിറ്റ്യൂഡ് ആണ് 1/2 ഓഫ് വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. Now ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് ഫോംഡ് ഇൻ 1960 to assist the poor countries which could not afford to borrow capital at market rates? Options: International Development Association, International Chamber of Commerce, World Health Organization, International Business Organization. അപ്പോൾ എന്താ പറയുന്നത്, 1960 ഏതോ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പൂർ കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പൂർ കൺട്രീസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ലോൺ എടുക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചുള്ള ലോൺ അവർക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അത് തിരിച്ചടക്കാനോ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തം എന്തായിരിക്കും? ലോ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 0 ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ അനുവദിക്കുക. ലോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ 0 ഇൻട്രസ്റ്റ് റേറ്റ്, 0 ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് അവർക്ക് ആ പറയുന്ന ഇനീക്വാളിറ്റി കുറക്കാനും ഇക്കണോമിക് ഗ്രോത്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് 1960 ഫോം ചെയ്ത ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ആണ്. ഇത് വേൾഡ് ബാങ്കിൻ്റെ ഒരു വിങ് ആണ്. ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, IDA എന്ന് നമ്മൾ പറയും. അത് വേൾഡ് ബാങ്കിൻ്റെ വിങ് ആണ്. ആൻഡ് അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ 0 ഇൻട്രസ്റ്റ് റേറ്റിൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ S2-ൻ്റെ, അതായത് ഷിഫ്റ്റ് 2 20th February ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? വാട്ട് ഈസ് ദി മിനിമം ട്രാൻസ്ഫർ ലിമിറ്റ് ഫോർ റിയൽ ടൈം gross settlement RTGS as of June 2020? Options: rupees 2 lakh, 2.5 lakh, 1 lakh and 1.5 lakh. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? RTGSൻ്റെ മിനിമം ട്രാൻസ്ഫർ ലിമിറ്റ് ജൂൺ 2020 എത്രയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് 2 lakh ആണ്. അതിപ്പോഴും അത്രയേ ഉള്ളൂ. RTGSൻ്റെ മിനിമം എന്ന് പറയുന്നത് rupees 2 lakh ആണ്. അത് ജൂൺ 2020 അല്ല, ഇപ്പം 2023-ലും അതേ റേറ്റ്, അതേ ഒരു എമൗണ്ട് തന്നെയാണ്, rupees 2 lakh ആണ് വരുന്നത്. ഓക്കെ, മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്, മിനിമം ട്രാൻസ്ഫർ ലിമിറ്റ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ആൻഡ് കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പക്ഷേ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ക്രിക്കറ്റേഴ്സിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അവരുടെ ഇൻ്റർനാഷണൽ ഡെബ്യൂ ക്രിക്കറ്റ് മാച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ സച്ചിൻ ടെണ്ടുൽക്കർ, അജയ് ജഡേജ, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ. ആൻഡ് ഡെബ്യൂ മാച്ച് 1990, 1992, 1989, 1996. ഇതിൽ ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഡെബ്യൂ മാച്ച് എന്ന് പറയുന്നത് 1989-ലാണ് അല്ലേ, അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. സോ 1989-ൽ. പക്ഷേ ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം 3 ഓപ്ഷനിലും എന്താ പറഞ്ഞിരിക്കുന്നത്? 1C ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് അജയ് ജഡേജ അറിയണം, അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ്, അല്ലെങ്കിൽ അനിൽ കുംബ്ലെ എന്നുള്ളത്. ഓക്കെ, സോ അനിൽ കുംബ്ലെ വരുന്നത് 1990-ലാണ് ഡെബ്യൂ മാച്ച് വരുന്നത്. സോ നമുക്ക് 1C ആൻഡ് നമുക്ക് പിന്നെ വരുന്നത് 4A. 1Cയും 4Aയും വരുന്ന ഓപ്ഷൻ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ D ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒന്ന് നോക്കാം. സോ സച്ചിൻ ടെണ്ടുൽക്കർ 1989 ആൻഡ് അജയ് ജഡേജ 1992 തന്നെയാണ് അജയ് ജഡേജ വരുന്നത്. ആൻഡ് രാഹുൽ ദ്രാവിഡ് വരുന്നത് 1996-ൽ. 1996 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇപ്പോൾ രാഹുൽ ദ്രാവിഡാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ദെൻ അനിൽ കുംബ്ലെ എന്ന് പറയുന്നത് 1990 ആണ്. അപ്പം ഈ ഒരു ഡെബ്യൂ മാച്ചസും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, to education and to public assistance in certain cases. Article 128 official languages or languages of a state
Then Article 361 പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ആൻഡ് രാജ് പ്രമുഖ്സ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ളതാണ് ചോദിച്ചത്. സോ ആർട്ടിക്കിൾ 41 നമ്മൾ നേരത്തെ IBയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് ടു വർക്ക് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക് എന്നുള്ളത് കറക്റ്റ് ആണ്. അതേസമയം ആർട്ടിക്കിൾ 128 എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ സംബന്ധിച്ചുള്ളതല്ല, ഇത് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഇതിൽ പറയുന്നത് റിട്ടയർഡ് ജഡ്ജസിന് സുപ്രീം കോർട്ട് ജഡ്ജ് ആവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് റിട്ടയർഡ് ജഡ്ജസ് ബീങ് ദി ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. സോ ഇതാണ് ആർട്ടിക്കിൾ 128 പറയുന്നത്. കാരണം 124 മുതൽ 147 വരെ 124 മുതൽ 147 വരെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് അബൌട്ട് കോർട്ട്, സുപ്രീം കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം 128 എന്തായാലും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കില്ല എന്നുള്ളത്. സോ 124 to 147 ആണ്. ദെൻ ആർട്ടിക്കിൾ 361 എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ആൻഡ് രാജ് പ്രമുഖ്സ്. കറക്റ്റ് ആണ്. പ്രസിഡന്റിനും ഗവർണർക്കും ഉള്ള പദവിയിലെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ദേ കനോട്ട് ബി ഇംപ്രിസൻഡ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിമിനൽ പ്രൊസീഡിങ്സ് അവർക്കെതിരെ നടത്താൻ പറ്റില്ല. സിവിൽ പ്രൊസീഡിങ്സ് നടത്തുവാണെങ്കിൽ 2 മാസം മുമ്പേ അറിയിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 361 ആ ഒരു ഇമ്മ്യൂണിറ്റി, ആ ഒരു പ്രൊട്ടക്ഷനാണ് ഗവർണർക്കും അതേപോലെ തന്നെ പ്രസിഡന്റിനും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 2 and 3 ഓൺലി ആണ്. 2 and 3 അല്ല, നമ്മുടെ ആൻസർ വരുന്നത് 1 and 3 ഓൺലിയാണ്. ആൻസർ വരുന്നത് 1 and 3 ഓൺലിയാണ്. ഓക്കെ. സോ ആർട്ടിക്കിൾ 128 ഈ ഓപ്ഷനിൽ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഡെഫിനിഷൻ തെറ്റാണ്. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കിയാലോ. 4th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ജിയോഗ്രഫിയാണ്. സോ വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സത്പുര റേഞ്ച് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സത്പുര റേഞ്ചിനെ കുറിച്ചാണ്. മൗണ്ടൻ റേഞ്ച് സത്പുര ആൻഡ് വിന്ധ്യ ഫൗണ്ട് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ദ റേഞ്ച് ദ നെയിം ഓഫ് വിച്ച് മീൻസ് 7 falls ഫോംസ് ദി വാട്ടർ ഷെഡ് ബിറ്റ്വീൻ the Narmada north and Tapti south rivers. It peaks more than 4,000 feet, 1,200 meters high, and the Satpura range includes the Mahadeo hills to the north, the Maikala ranges to the east, and the Rajpipla hills to the west എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം, ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത്. സത്പുര ആൻഡ് വിന്ധ്യ ഫൗണ്ട് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റാണ്. സത്പുര ആൻഡ് വിന്ധ്യ ഈസ്റ്റേൺ പാർട്ടിലല്ല കാണപ്പെടുന്നത്, പകരം എവിടെയാണ് കാണപ്പെടുന്നത്? വെസ്റ്റ് സെൻട്രലിലാണ് കാണപ്പെടുന്നത്. വെസ്റ്റ് സെൻട്രലാണ് സത്പുര ആൻഡ് വിന്ധ്യ കാണപ്പെടുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. രണ്ടാമത്തത് എന്താണ്? 7 falls തന്നെയാണ് പറയുന്നത്. വാട്ടർ ഷെഡ് ബിറ്റ്വീൻ നർമ്മദ ആൻഡ് തപ്തി റിവേഴ്സ് കറക്റ്റാണ്. ആൻഡ് ഇറ്റ് പീക്സ് മോർ ദാൻ 4,000 meter, 1,200 meter ഹൈ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോർത്തേൺ സൈഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോർത്തേൺ സൈഡിൽ മഹാദിയോ ഹിൽസ് ആണ്. മഹാദിയോ ഹിൽസ് നോർത്തേൺ സൈഡിൽ. ആൻഡ് ദെൻ മൈക്കാല എന്ന് പറയുന്നത് എവിടെയാണ്? ഈസ്റ്റിൽ മൈക്കാല. ആൻഡ് രാജ് പിപ്ല എന്ന് പറയുന്നത് വെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതും ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ ആൻസർ വരുന്നത് 2 and 3 ആണ് ആൻസർ വരുന്നത്. അപ്പം ഇത് സത്പുര റേഞ്ചിനെ കുറിച്ചാണ് ചോദ്യം വന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സത്പുരയും അതേപോലെ തന്നെ വിന്ധ്യയും കുറിച്ച് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൺലി അബൌട്ട് സത്പുര 7 fold എന്നുള്ളത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സത്പുരയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇട്ടതിലൊരു ചെറിയ പ്രശ്നമാണ്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സത്പുര ആൻഡ് വിന്ധ്യ രണ്ടും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇത് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ ആദ്യം തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഈ ഒരു വീഡിയോ കേൾക്കുവാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ സ്വന്തമായി ചെയ്യുമ്പം നമുക്ക് പറ്റിയ പ്രശ്നങ്ങളും പെശകുകളെല്ലാം നമുക്ക് മനസ്സിലാകും. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പോൾ നമുക്കിനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 5th ക്വസ്റ്റ്യൻ എന്താണ്? ഇക്കണോമിക് സർവേയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പല സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾ അതുപോലെ തന്നെ 2 സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ കിടക്കുന്നത്, എന്നിട്ട് അതിനെ 2 ആക്കി 2 സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണ് ചെയ്തത്.
ചെറിയ മാറ്റങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കാനാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇയറിലോ അല്ലെങ്കിൽ ഡേറ്റിലോ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് തെറ്റിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. വേർഡ് ബൈ വേർഡ് കോപ്പി ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഇക്കണോമിക് സർവേ 2019-20 വി ചോസ് ടു കണ്ടിന്യൂ വിത്ത് ദ പോപ്പുലർ ട്രഡീഷൻ ഓഫ് പ്രസൻറ്റിംഗ് ദ സർവേ ഇൻ 2 വോള്യൂംസ്. സോ 2019-20 നമ്മൾ 2 വോള്യൂമായിട്ട് തന്നെയാണ് ഇക്കണോമിക് സർവേ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇതിനകത്ത് പറയുന്നത്. അപ്പം വോള്യൂം 2-ൽ എന്താ പറയുന്നത്? വോള്യൂം 2 റിവ്യൂസ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ മേജർ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ആൻഡ് ഈസ് സപ്പോർട്ടഡ് ബൈ റെലവൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് ആൻഡ് ഡേറ്റ. Volume 1 attempts to capture ideas that encapsulate economic freedom and wealth creation, provides evidence-based economic analysis of recent economic development to enable informed policy making. So, ഇതിൽ വോള്യൂം 2-ൽ പറയുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദി മേജർ സെക്ടേഴ്സ് ആണ്. ആൻഡ് വോള്യൂം 1-ൽ പറയുന്നത് എന്താണ്? എവിഡൻസ് ബേസ്ഡ് ഇക്കണോമിക് അനാലിസിസ് എന്നുള്ളതാണ് വോള്യൂം 1-ൽ പറയുന്നത്. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഇക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. 2 വോള്യൂം ഉണ്ട്. 2 വോള്യൂമായിട്ട് തന്നെ നമ്മൾ ഇക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് വോള്യൂം 1-ഉം വോള്യൂം 2-ൽ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ്, വോള്യൂം 1-ൽ മേജർ പോളിസി മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. പക്ഷേ ഇത് 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ഓക്കെ, നൗ 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇൻ വിച്ച് ഇയർ വാസ് ദി ഖൽസ ട്രഡീഷൻ ഇനീഷ്യേറ്റഡ്? ഖൽസ എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷൻ, സിഖ് റിലീജിയൻ്റെ ഖൽസ എന്ന് പറയുന്ന ട്രഡീഷൻ എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ 1699, 1696, 1690 ആൻഡ് 1692. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഖൽസ ട്രഡീഷൻ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത് 1699-ലാണ് ബൈ ദ 10th ഗുരു ഗോവിന്ദ് സിംഗ്. സോ ഇദ്ദേഹമാണ് ഈ ഖൽസ എന്ന് പറയുന്ന ട്രഡീഷൻ സിഖ് റിലീജിയനിൽ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൂടി ഓർക്കുക. എത്രാമത്തെ ഗുരുവാണ്? 10th ഗുരു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 7th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി കാക്കോരി ട്രെയിൻ റോബറി, Kakori train conspiracy. In the incidents of Kakori, the main conspirator was Ram Prasad Biswal. The Kakori train robbery incident took place 16 kilometers away from Lucknow on 9th August 1924. Which of the statements is or are correct? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, മെയിൻ കോൺസ്പിറേറ്റർ എന്ന് പറയുന്നത് രാം പ്രസാദ് ബിസ്മിലാണ്. കറക്റ്റാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 1924-ൽ ഫോം ചെയ്ത ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനിലെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മെമ്പറായ രാംപ്രസാദ് ബിസ്മിലാണ് ഇതിൻ്റെ മെയിൻ കോൺസ്പിറേറ്റർ എന്ന് പറയുന്നത്. ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പിന്നീട് 1928-ൽ HSRA ആവുന്നുണ്ട്. HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിട്ട് പിന്നീട് ഇത് മാറുന്നുണ്ട്. പക്ഷേ ഇത് 1924-ൽ ഫോം ചെയ്ത സമയത്ത് HRA ആയിരുന്നു. ഓക്കെ, ദ കാക്കോരി ട്രെയിൻ റോബറി ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് 16 കിലോമീറ്റർ അവേ ഫ്രം ലക്നൗ. കാക്കോരി എന്ന് പറയുന്ന സ്ഥലത്താണ്, 16 കിലോമീറ്റർ അവേ ഫ്രം ലക്നൗ ആണ്. ആൻഡ് ഓൺ 9th August 1924 അല്ല എന്ന് മാത്രം, ഓൺ 9th August 1925 ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1 ഓൺലി. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയർ പഠിച്ചത് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മറിയാന ട്രെഞ്ച്, ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് എർത്ത് ലൈസ് ഇൻ ദ ഡാഷ് ഓഷ്യൻ. ഓപ്ഷൻ സ്പെസിഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് ആൻഡ് ആർട്ടിക്. അപ്പം ഇതിൽ മറിയാന ട്രെഞ്ച് വരുന്നത് ഏത് ഓഷ്യനിലാണ്? മറിയാന ട്രെഞ്ച് വരുന്നത് പസഫിക് ഓഷ്യനിലാണ് വരുന്നത്. ഓക്കെ, now next question. The unit in which electric conductance is measured is dash ohm, farad, Siemens and Tesla. ഏതിലാണ് ഇലക്ട്രിക് കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത്? സീമെൻസ്. ഓക്കെ, now next question. Who is the author of My Unforgettable Memories? സോ മൈ അൺഫൊഗറ്റബിൾ മെമ്മറീസ് എഴുതിയത് ഓപ്ഷൻസ് മമതാ ബാനർജി, ശശി തരൂർ, രാഹുൽ ഗാന്ധി, ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? മൈ അൺഫൊഗറ്റബിൾ മെമ്മറീസ് എന്നുള്ളത് മമതാ ബാനർജിയുടെ ബുക്കാണ്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കുച്ചിപ്പുടിയാണ്. സോ കുച്ചിപ്പുടിയെ സംബന്ധിച്ചുള്ള ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കുച്ചിപ്പുടി ഈസ് വൺ ഓഫ് ദി ക്ലാസിക്കൽ സ്റ്റൈൽസ് ഓഫ് ഇന്ത്യൻ ഡാൻസ്. കുച്ചിപ്പുടി ഈസ് എ നെയിം ഓഫ് വില്ലേജ് ഇൻ കർണാടക. ഇറ്റ് ഈസ് എ ഡാൻസ് ഡ്രാമ വിച്ച് വാസ് നോൺ അണ്ടർ ദി ജനറിക് നെയിം
Yakshagana, usually Jadiswaram is performed as in Nritta number. So Kuchipudi is one of the classical styles of Indian dance എന്നുള്ളത് നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ് കണ്ടു, കഴിഞ്ഞ സെഷനിൽ കണ്ടു ക്ലാസിക്കൽ സ്റ്റൈലാണെന്നുള്ളത്. രണ്ടാമത്തത് എന്താണ്? ഇറ്റ്സ് എ നെയിം ഓഫ് എ വില്ലേജ് ഇൻ കർണാടക. നമുക്കറിയാം കുച്ചിപ്പുടി എന്നുള്ളത് ഇറ്റ്സ് എ വില്ലേജ് ഇൻ ആന്ധ്രാപ്രദേശാണ്, കർണാടകയല്ല. ആൻഡ് ഇറ്റ്സ് എ ഡാൻസ് ഡ്രാമ വിച്ച് വാസ് നോൺ അണ്ടർ ദി ജനറിക് നെയിം ഓഫ് യക്ഷഗാന. ശരിയാ, യക്ഷഗാന എന്ന് പറയുന്ന ഒരു ജനറിക് നെയിമിലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ജാതിസ്വരം ഇസ് പെർഫോംഡ് ആസ് എ നൃത്ത നമ്പർ. ജാതിസ്വരം ഒരു നൃത്ത നമ്പറാണ്. പ്യുവർ ഡാൻസ് എന്ന് നമ്മൾ പറയും, പ്യുവർ ഡാൻസ് എന്ന് പറയും ജാതിസ്വരം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു നൃത്ത സീക്വൻസ് എന്ന് പറയും, നൃത്ത സീക്വൻസ്. സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം നമുക്ക് ആൻസർ വരുന്നത് 2 ഒഴിച്ചിട്ടുള്ളതെല്ലാം ശരിയാണ്. സോ 1, 3 and 4 ഓൺലി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യവർദ്ധൻ സിംഗ് രാഥോഡ് won a silver medal in 2004 Olympics for shooting, boxing, tennis and wrestling. ആൻസർ വരുന്നത് രാജ്യവർദ്ധൻ സിംഗ് രാഥോഡ് എന്തിനാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷൂട്ടിങ്ങിനാണ്. 2004 ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിനാണ് ആ മെഡൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ പറയുന്നത്? Which king of Magadha was called the destroyer of all Kshatriyas? The destroyer of all Kshatriyas എന്നുള്ളത് ഏത് മഗധ കിങ് ആണെന്നുള്ളതാണ് ചോദ്യം. ചന്ദ്രഗുപ്ത, അജാതശത്രു, മഹാപത്മനന്ദ, ബിന്ദുസാര. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? മഹാപത്മനന്ദ. ഇദ്ദേഹമാണ് ദ ഡിസ്ട്രോയർ ഓഫ് ഓൾ ക്ഷത്രിയാസ് എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 നമുക്ക് നോക്കാം. Which book has won the Rabindranath Tagore Literary Prize 2019? Rabindranath Tagore Literary Prize 2019 വൺ ചെയ്ത ബുക്ക് ഏതാണെന്നാണ് ഓപ്ഷൻസ്. സോളോ, ക്വിഷോട്ട്, ലീതൽ വൈറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? സോളോ ആണ്. സോളോ എന്ന് പറയുന്ന ബുക്ക്, ഈ ബുക്കാണ് 2019 രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ് വിൻ ചെയ്തത്. ഇത് റാണ ദാസ് ഗുപ്ത എന്ന് പറയുന്ന ഓഥർ എഴുതിയ ബുക്കാണ്. റാണ ദാസ് ഗുപ്ത. ഈ പറയുന്ന ലിറ്റററി പ്രൈസ് തന്നെ തുടങ്ങിയത് 2018 ഓക്കെ, 2018 ഇതിന് തുടക്കമിട്ടത്. 2018 തുടങ്ങിയ ഒരു ലിറ്റററി പ്രൈസ് ആണ്. 2019 സോളോ ബുക്ക് എഴുതിയിരിക്കുന്നത് റാണാദാസ് ഗുപ്ത. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലിനെ കുറിച്ചാണ്. നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഏക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ എന്താ പറയുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽസ് ഓഫ് ഇന്ത്യ. ദേ സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ് സച്ച് ആസ് റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, cotton, jute, potato and vegetables. Alluvium are fine particles of rock materials carried in suspension and later deposited by the river in its bed and bank. Alluvial soils are not formed by the deposition of silt by the river. So alluvial soils എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഫെർട്ടൈൽ ആയതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ്, ഇപ്പം നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിലെല്ലാം തന്നെ ഈ വെറൈറ്റി ഉണ്ട്. റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ഷുഗർ കെയിൻ, അതേപോലെ തന്നെ കോട്ടൺ ഉണ്ട്, ജ്യൂട്ട് ഉണ്ട്, പൊട്ടാറ്റോസ്, അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഇതെല്ലാം നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു സോയിലാണ് അലൂവിയൽ സോയിൽ. ആൻഡ് അത് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് റോക്ക് മെറ്റീരിയൽസ് ക്യാരിഡ് ഇൻ സസ്പെൻഷൻ ലേറ്റർ റിവർ ബെഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ആയിട്ടുള്ള, റിവർ ബെഡിലും അതേപോലെ തന്നെ ബാങ്ക്സിലും കരയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അലൂവിയൽ സോയിൽ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിവർ കൊണ്ടുവരുന്ന ആ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അലൂവിയൽ സോയിൽ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? നോട്ട് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സിൽറ്റ് എന്നാണ്. രണ്ടും കോൺട്രഡിക്ടറി ആണ്. ഡെപ്പോസിഷൻ ഓഫ് സിൽറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ 1 and 2 ആണ് ആൻസർ വരുന്നത്. 3 തെറ്റാണ്. സോ 1 and 2 ഓൺലി ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. Now, നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കിയാലും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നാച്ചുറൽ ഫിനോമിനൻ. നാച്ചുറൽ ഫിനോമിനനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ആദ്യത്തെ നോക്കാം. പെനിറ്റൻസ് ആർ ഫോംഡ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെയർ സൺലൈറ്റ് ടേൺസ് ഐസ് ഡയറക്ട്ലി ഇൻ ടു വാട്ടർ വേപ്പർ റാദർ ദാൻ മെൽറ്റിംഗ് ഇൻ ടു വാട്ടർ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? ഡ്യൂറിങ് ആൻ ഇറപ്ഷൻ ഇൻ വോൾക്കാനോസ് ആഷ് പിക്സ് അപ്പ് സോ മച്ച് ഫ്രിക്ഷൻ ദാറ്റ് ദ ബിൽഡപ്പ് ഓഫ് സ്റ്റേറ്റിക് ഇലക്ട്രിസിറ്റി കോസസ് ലൈറ്റ്നിങ്. മൂന്നാമത്തത് സലാർ ദി ഉയിനി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോൾട്ട് ഫ്ലാറ്റ് അറ്റ് 10,582 square kilometer and hold around half the world's reserves of lithium. And fourth one, fire rainbows are caused by fire or rain. Which of the statements given above are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ളതാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ നമുക്ക് നോക്കിയാൽ പെനിറ്റൻസ് ആർ ഫോംഡ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് വേർ സൺലൈറ്റ് ടേൺസ് ഐസ് ഡയറക്ട്ലി ഇൻ ടു വാട്ടർ വേപ്പർ. സോ ഈ പ്രോസസ്സ് നമുക്കറിയാം. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സബ്ലിമേഷൻ എന്ന് പറയും. സോ ഐസ് ഡയറക്ട്ലി എന്തായിട്ട് മാറുവാണ്? ലിക്വിഡ് ആവുന്നില്ല, പകരം ഐസ് എന്താണ്? വാട്ടർ വേപ്പറായിട്ട് ഡയറക്ട്ലി മാറുവാണ് സൺലൈറ്റ് കാരണം. റാദർ ദാൻ മെൽറ്റിംഗ് ഇറ്റ് ടു വാട്ടർ. വെള്ളമാവുന്നില്ല, പകരം ഇതെന്താണ്? ഇത് നേരെ വാട്ടർ വേപ്പറായിട്ട് മാറുവാണ്. അപ്പം അങ്ങനെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഐസ് വാട്ടർ വേപ്പറായിട്ട് മാറുമ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഇത് ഐസിൻ്റെ ഐസിക്കിൾസ് ആണ്. ഐസ് അല്ലെങ്കിൽ സ്നോ ഫോമേഷൻ ആണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള വെള്ള കളറിൻ്റെ ഐസിൻ്റെ ഇതുപോലെയുള്ള ഇങ്ങനെ മലകൾ പോലെയുള്ള ചെറിയ ചെറിയ മലകൾ പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഫോം ചെയ്യും. ഇതെല്ലാം ഫോം ചെയ്യുമ്പോൾ ഇതെല്ലാം സണ്ണിനെ ഫേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇതിനെല്ലാം കൂട്ടമായിട്ട് കാണുമ്പം ഈ ആൾക്കാർ കുമ്പസരിക്കാൻ ഇരുന്ന പോലെ ഇരിക്കും. തലയിൽ പീക്ക്ഡ് ക്യാപ്പൊക്കെ വെച്ചിട്ട് കുമ്പസരിക്കാൻ ഇരിക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഈ പെനിറ്റൻ്റ് എന്ന് പറയുന്ന വേർഡ് വന്നത്. പെനിറ്റൻ്റ് എന്ന് പറയുന്നത് വൺ ഹു റിപ്പൻസ് ഫോർ ദെയർ സിൻസ്. അവരുടെ കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ ഏറ്റു പറയുന്ന അതിനെയാണ് നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് റിപ്പൻറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് കുമ്പസരിക്കാൻ ഇരിക്കുന്നത്, കുറേ പേര് ചേർന്നിട്ടിരിക്കുന്നത്, അതുപോലെയുള്ള ഒരു ഫിഗറാണ് നമുക്കവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താ പറയുന്നത്? പെനിറ്റൻ്റ് എന്ന് പറയുന്നത്. അതൊരു സ്ലോ ഫോമേഷനാണ്. എന്താ കാരണം? ഐസ് പെട്ടെന്ന് ലിക്വിഡ് ആവാതെ പകരം അതുകൊണ്ട് ഒഴുകുന്ന നമ്മൾ കാണില്ല, ഐസ് വാട്ടർ വേപ്പറായിട്ട് മാറുവാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഐസ് പെട്ടെന്ന് വാട്ടർ വേപ്പറാകും. ഹാർഡായിട്ടുള്ള ഐസിന് ഇങ്ങനൊരു ഷേപ്പ് ഫോം ചെയ്യും. അത് സൂര്യനെ ഇങ്ങനെ നോക്കിയിട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. സോ അതാണ് പെനിറ്റൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വോൾക്കാനോ ഇറപ്ഷൻ്റെ സമയത്ത് ആഷ് പിക്സ് അപ്പ് സോ മച്ച് ഫ്രിക്ഷൻ ബിൽഡപ്പ് ഓഫ് സ്റ്റേറ്റിക് ഇലക്ട്രിസിറ്റി കോസസ് ലൈറ്റനിങ് എന്നാണ്. അപ്പോൾ വോൾക്കാനിക് ലൈറ്റനിങ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. അത് വോൾക്കാനോയുടെ സമയത്ത് ഇതുപോലെയുള്ള ഇലക്ട്രിസിറ്റി ബിൽഡപ്പ് കാരണം ലൈറ്റനിങ് ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തത് നോക്കൂ, സലാർ ദി ഉയിനി ഈസ് എ വേൾഡ്സ് ലാർജസ്റ്റ് സോൾട്ട് ഫ്ലാറ്റ് അറ്റ് 10,000-ലധികം സ്ക്വയർ കിലോമീറ്ററിലാണ്. ആൻഡ് ഹാഫ് ഓഫ് ദ വേൾഡ്സ് റിസർവ്സ് ഓഫ് ലിഥിയം അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ബൊളീവിയയിലുള്ള സ്ഥലമാണ് സലാർ ദി ഉയിനി എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഈ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഫയർ റെയിൻബോസ് ആർ കോസ്ഡ് ബൈ ഫയർ ഓർ റെയിൻ. അത് തെറ്റാണ്. ഫയർ റെയിൻബോ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് കോസ്ഡ് ബൈ ഫയർ ഓർ റെയിൻബോ. അതൊരു മിസ്നോമറാണ്. ഫയർ റെയിൻബോ എന്ന് പറയുന്നത് ഫയറും റെയിൻബോ അല്ല കോസ് ചെയ്യുന്നത്. പകരം അതിന് നമ്മൾ മറ്റൊരു പേരാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. സർക്കം ഹൊറിസോണ്ടൽ ആർക്ക് എന്ന് പറയും. സർക്കം ഹൊറിസോണ്ടൽ ആർക്ക് എന്ന് പറയുന്നത് വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പെർട്ടിക്കുലർ ആംഗിൾ ഹൈ ലെവൽ സിറസ് ക്ലൗഡ്സിൽ, സിറസ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ടല്ലോ, ക്യൂമുലസ്, സിറസ്, നിംബസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഹൈ ലെവൽ സിറസ് ക്ലൗഡ്സിൽ സൺലൈറ്റ് ഒരു പ്രത്യേക രീതിയിൽ പാസ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ആ സമയത്ത് അവിടെ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കണം, സണ്ണിൻ്റെ പൊസിഷൻ ഒരു പ്രത്യേക ആംഗിളിലായിരിക്കണം. ഇങ്ങനെ ഈ പറയുന്ന 3-4 ഫാക്ടേഴ്സ് ഒന്നു ചേരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ് ഫയർ റെയിൻബോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും റെയിൻബോൻ്റെ കളറും കാണും, എന്നാൽ തീ പിടിച്ച പോലെ ആകാശത്തൊരു കളറും കാണും. അത് കുറച്ച് നിമിഷം നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫയർ റെയിൻബോ എന്ന് പറയുന്നത്. അല്ലാതെ ഫയറും റെയിനും അതിനൊരു കാരണമേ അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1, 2 and 3 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ടേം കാർബൺ കൗണ്ട് മീൻ? A measure of the amount of carbon dioxide you produce through your lifestyle every day, a measure of the amount of carbon present on earth, a measure of the amount of carbon and carbon dioxide on earth, and select the answer. അപ്പോൾ കാർബൺ കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് ദി amount of carbon dioxide you produce through your lifestyle. സ്ഥിരമായിട്ട് ലൈഫ് സ്റ്റൈൽ കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ആണോ കാർബൺ കൗണ്ട്? അല്ലെങ്കിൽ ഓൾറെഡി എർത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള amount ഓഫ് കാർബൺ ആണോ? അതോ അല്ലെങ്കിൽ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉള്ളതാണോ കാർബൺ കൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് 1 only ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബണിനെയാണ് കാർബൺ കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയാലോ, ദ ഹെറിലിയു സോങ് ഈസ് നോൺ ആസ് എ വാർ സോങ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഹെറിലിയു എന്ന് പറയുന്നത് അതൊരു വാർ സോങ് ആണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഹെറിലിയു എന്ന് പറയുന്നത് വാർ സോങ് ആണ്. ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് സിക്കിം ആണ്. അപ്പോൾ ഹെറിലിയു എന്ന് പറയുന്ന സോങ് ശ്രദ്ധിക്കുക, നാഗാലാൻഡിലെ വാർ സോങ് ആണ്. ഈ ഹെറിലിയു മാത്രമല്ല, ഇതേപോലെ ഏകദേശം ഒരേ റൈമിൽ വരുന്ന നമുക്ക് വേറെയും നാഗാലാൻഡിലെ സോങ്സ് ഉണ്ട്, ഫോക്ക് സോങ്സ് ആണ്. ഓക്കെ, ഫോക്ക് സോങ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇതാണ്.
ഹീലിയാമലു എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ഹീലിയാമലുവിൻ്റെ പ്രത്യേകത റൊമാൻറ്റിക് തീമാണ് ഹീലിയാമലു ഫോക്ക് സോങ്ങിൻ്റെ പ്രത്യേകത. അടുത്തത് ഹെക്കൈലു എന്ന് പറയുന്ന മറ്റൊരു ഫോക്ക് സോങ് ഉണ്ട്. ഹെക്കൈലു ഫോക്ക് സോങ് എന്ന് പറയുന്നത് സോങ് ബൈ ഓൾഡർ പീപ്പിൾ, കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ അവരുടെ യൂത്ത്ഫുൾ ഡേയ്സിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ടാണ് ഹെക്കൈലു എന്ന് പറയുന്ന സോങ്. അപ്പം ഈ 3 ഫോക്ക് സോങ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പത്രങ്ങളിലെല്ലാം ആ സമയത്ത് നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ് ഹെറൈലു, അതേപോലെ തന്നെ ഹീലിയാമലു ആൻഡ് ഹെക്കൈലു എന്ന് പറയുന്ന 3 ഫോക്ക് സോങ്സ്. Now നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഫൂലൈച്ച് ഈസ് എ കളർഫുൾ ഫെസ്റ്റിവൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ്. ഫൂലൈച്ച് എന്ന് പറയുന്നത് ഏത് നാട്ടിലെ കളർഫുൾ ഫെസ്റ്റിവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. ഓപ്ഷനിൽ ആൻസർ വരുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ഫൂലൈറ്റ്സ് എന്ന് പറയുന്നത് പേര് തന്നെയുണ്ട്, ഫൂൽ എന്ന് പറയുന്നത് ഫ്ലവർ. അപ്പോൾ ഫ്ലവറിനെ സംബന്ധിച്ചുള്ള ഒരു ഫെസ്റ്റിവലാണ് ഫൂലൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഹിമാചൽ പ്രദേശിലെ കിന്നോർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഫെസ്റ്റിവലാണ്. ആൻഡ് ഇത് ആ ഒരു സമയത്ത് തന്നെയാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ, നമ്മുടെ ഓണത്തിൻ്റെ അതേ ഒരു ടൈം തന്നെയാണ് വരുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയത്താണ് ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഊക്കായാണ്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പേരും കൂടി ഇനി പറയാറുണ്ട്. ഊക്കായാണ്ട് ഫെസ്റ്റിവൽ എന്നും പറയാറുണ്ട്. മറ്റൊന്ന് ഉക്കിയാം ഫെസ്റ്റിവൽ, ഇതെല്ലാം ഒരേ ഫെസ്റ്റിവലാണ്. ഊക്കായാണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഉക്കിയാം എന്ന് പറയാം, അല്ലെങ്കിൽ ഫൂലൈറ്റ്സ് എന്ന് പറയാം. എല്ലാം ഒരേ സ്ഥലത്തുള്ള ഫെസ്റ്റിവലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിലുള്ള ഹിമാചൽ പ്രദേശിലെ ഫെസ്റ്റിവൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? പ്ലാന്റ്സ് കൺവേർട്ട് എനർജി ഫ്രം സൺലൈറ്റ് ഇൻ ടു ഫുഡ് സ്റ്റോർഡ് ആസ് കാർബോഹൈഡ്രേറ്റ്. പ്ലാന്റ്സ് ഹാവ് ക്ലോറോഫിൽ. Plant cells do not have cell wall. Non-vascular plants grow very tall. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, കൺവേർട്ട് എനർജി ഫ്രം സൺലൈറ്റ് ഇൻ ടു ഫുഡ് സ്റ്റോർഡ് ആസ് കാർബോഹൈഡ്രേറ്റ്. അത് ശരിയാണ് അല്ലേ? സോ സൺലൈറ്റ് ടു ഫുഡ് സ്റ്റോർഡ് ആസ് കാർബോഹൈഡ്രേറ്റ്. പ്ലാന്റ്സിന് ക്ലോറോഫിൽ ഉണ്ട്. പ്ലാന്റ് സെൽസ് ഡു നോട്ട് ഹാവ് സെൽ വോൾ. അത് തെറ്റാണ് അല്ലേ? പ്ലാന്റ് സെൽസിന് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. അതേപോലെ തന്നെ നോൺ വാസ്കുലർ പ്ലാന്റ്സ് ഗ്രോ വെരി ടോൾ. തെറ്റാണ്. നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണെങ്കിൽ അത് ടോൾ ആവുന്നതേ ഇല്ല, ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1 and 2 ഓൺലിയാണ്. 60 ചോദ്യങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 60 ക്വസ്റ്റ്യൻസ് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിനകത്ത് തന്നെ എല്ലാ സെക്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററി, അതേപോലെ തന്നെ ജോഗ്രഫി, കൾച്ചർ എന്നൊക്കെ വളരെ ഡെപ്തിലുള്ള ചോദ്യം, ഈവൻ സയൻസ് എന്ന് പോലും വളരെ ഡെപ്തിലുള്ള ചോദ്യം. അതേപോലെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമ്മൾ കണ്ടു, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചോദ്യങ്ങളിലൂടെ എല്ലാം തന്നെ നന്നായിട്ട് അനലൈസ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരം എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. കാരണം അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. GK ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷും GK മാത്രം പോരാ, റീസണിങ്ങും മാത്സും കൂടി അതുപോലെ തന്നെ നോക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അടുത്ത എക്സാമിന് അത് ഹെൽപ്ഫുൾ ആവുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്